കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? ഇപ്പോൾ രേണു സുധിയോട് ആ ഒരു ചോദ്യം ചോദിച്ചത് കേട്ടില്ലേ? നമ്മുടെ ഒരു ഇൻ്റർവ്യൂ കൊടുത്താണ്. ആ ഇൻ്റർവ്യൂവിലത്തെ ആങ്കറാണ് ചോദിച്ച ചോദ്യം. ഇത് ശരിയായുള്ള ചോദ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്യാൻസർ വന്ന് 3 കീമോ കഴിഞ്ഞ് ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ചിലവായി കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഈ ചാനലുകാർക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവരെ കയ്യിൽ നിന്ന് നല്ലൊരു പൈസ കിട്ടും. ചിലപ്പോൾ ഒരു 50,000 രൂപ കിട്ടും, ചിലപ്പോൾ ഒരു 75,000 കിട്ടും, ചിലർ ഏണ്ട് സുധിയാൽ ഒരു 1,00,000 കൊടുത്തുനിന്ന് വരും. അവർക്കത് ചാനലിൽ നിന്ന് കിട്ടും. അപ്പോൾ എന്തും ചോദിക്കാമെന്ന് ആങ്കർ വിചാരിക്കരുത്. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കിട്ടിയ നിങ്ങൾ ചാനലിൽ കാണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കുറേ കാര്യങ്ങൾ രേണു അതിൽ പറഞ്ഞു, അതും നമ്മൾ കേട്ടു. രേണുവിൻ്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കി. നമുക്ക് ദുഃഖങ്ങൾ മനസ്സിലാക്കിയ ആൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു രോഗക്കിടക്കയിൽ നിന്ന് തിരിച്ചു വന്ന ഒരാളാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് 3 കീമോ വലിയ കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞ് എന്നിട്ട് ഈ തലയിലത്തെ മുടി വരെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ആങ്കർ ചോദിച്ചത് എന്താ, ഈ അച്ഛൻ ഒന്നായാലും അച്ഛൻ എന്തായാലും രേണുവിനുണ്ടായതല്ല കിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കിച്ചുവിനെ വെച്ചിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. അത് ഭയങ്കര തെറ്റത് ആങ്കർ ചെയ്തത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കഴിവേറി ഒരു കമൻ്റ് ഇട്ടത് ആ കമൻറ്റ് രേണുവിനോട് ചോദിച്ചതായിരിക്കാം. പക്ഷെ അങ്ങനെ ചോദിക്കാൻ പാടില്ല. കമൻ്റ് ഇടുന്നവർക്ക് വല്ല ബുദ്ധിയും ബോധമുണ്ടോ? അവരൊരു ഫേക്ക് ഐ ഡിന്ന് അവർക്ക് എന്ത് തോന്നിയത് എടുക്കുക. അവരോട് ചോദിക്കാനും പറയാൻ ആരാളുള്ളത്? ആരുമില്ല. അത് ഏറ്റെടുത്തിട്ട് ഒരു ആങ്കർ ഇങ്ങനെ ചോദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുധിയായക്കാൻ അത് ചെറിച്ച് തള്ളിയെന്ന് മാത്രമല്ല അതിൻ്റെ മനസ്സിൽ ഒരു നൊമ്പരം വന്നിട്ടുണ്ടാവും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും വലുത് കമൻറ്റിൽ കേട്ടിരിക്കുന്ന ആളാണ്. എന്നിരുന്നാലും ഇപ്പം ഇങ്ങനെയുള്ള ഒരു സമയത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അത് വളരെ മോശമായി എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഇൻ്റർവ്യൂ കണ്ട പലർക്കും പല അഭിപ്രായം ഉണ്ടായിരിക്കാം. അത് അവർ പറഞ്ഞോട്ടെ. പല ദുഷ്ടശക്തികളുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രേണുവിനെ വളരെയധികം ദ്രോഹിക്കുന്ന, വളരെയധികം കമൻ്റ് ഇട്ട് തളർത്തുന്ന, ക്യാൻസർ വന്ന് എത്രയും പെട്ടെന്ന് മരിച്ചു പോട്ടെ എന്ന് വിചാരിക്കുന്ന കുറേ ദുഷ്ടശക്തികളുണ്ട്. അവർക്ക് സന്തോഷമായിരുന്നു. പക്ഷേ രേണുവിനെ സ്നേഹിക്കുന്ന, അന്ന് മുതൽ ഇന്ന് വരെ സ്നേഹിക്കുന്ന എന്നെപ്പോലുള്ള കുറേ ആൾക്കാരുണ്ട്. അവർക്കത് വളരെ വിഷമമാണ്. നിങ്ങളങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളിത് ഈ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ചോദിക്കരുത്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ആയിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ചോദിക്കുക. എത്ര ആൾക്കാർ കാണുന്നതാണ് ഈ ഇൻ്റർവ്യൂ ഒക്കെ? രേണു സുധീരെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മില്യൺ കണക്കിന് ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്ത് പോണതും കാണുന്നതും ഒക്കെയാണ്. അവിടെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വെറുതെ ഇനി 3 കീമോ നടത്താനുള്ള ഒരാളാണത്. പൈസയുടെ ബുദ്ധിമുട്ട് കാരണം വന്നിരിക്കുന്നത്, അല്ലാണ്ട് സുഖമുണ്ടായിട്ടിരിക്കണല്ല അത്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനെ വിമർശിച്ചും ഇതിനെ അനുകൂലിച്ചും ആൾക്കാരുണ്ടായിരിക്കാം. നമ്മളതൊന്നും പറയണില്ല. ഇതുപോലെ തന്നെ ഈ കിച്ചു കാണിക്കുന്ന ഒരു സ്വഭാവമില്ലേ, ഇത് ഇൻ്റർവ്യൂ കണ്ടവർക്ക് അറിയാം. ഇവൻ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുപോയ സുധി പോലും നിന്നോട് ഇതിന് ഓർക്കില്ല. അത്രയും നന്ദികേടാ നീ ചെയ്യുന്നത്. ഇതിലെന്നെ പറഞ്ഞു, അവൻ ക്യാൻസർ വന്നിട്ട് തിരിഞ്ഞു നോക്കിയില്ല, ഒരു SMS മാത്രം അയച്ചു എന്ന് പറഞ്ഞു. നീ എത്ര ദുഷ്ടനായില്ലടാ. നമ്മുടെ കടയ്ക്കൽ വെള്ളമൊഴിച്ചാലാണ് തലയ്ക്കൽ പൊടിക്കുക. നമ്മൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നിന്നെ എത്ര വയസ്സ് വരെ നിന്നെ വളർത്തിയുള്ള ഒരു അമ്മയല്ലേ അത്? ഒരു അമ്മ എന്ന് തന്നെ പറയണം. വേണ്ട, നമുക്ക് ഒരു പരിചയവും ചിലപ്പോൾ 2 ദിവസം ചിലപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോയപ്പോൾ കണ്ടുള്ള ആളായിരിക്കാം. അയാൾക്ക് എന്തെങ്കിലും മാരക രോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് കാണും. അതെന്താണ്? അത് മനുഷ്യത്വമാണ്. മനുഷ്യനോട് ചെയ്യാനാണ് മനുഷ്യത്വം. അല്ലെങ്കിൽ നമ്മളൊക്കെ മൃഗങ്ങളായി പോകും. നീ ഇപ്പം മൃഗമായിട്ട് പോയിരിക്കുക. കാരണം എന്താ വെച്ചാൽ നിനക്ക് കുറേ ആൾക്കാരായി, കാശായി. ഇനിയിപ്പോൾ ഈ ക്യാൻസർ വന്ന അമ്മയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മമാരൊക്കെ കാശ് കൊടുക്കേണ്ട വന്നെങ്കിലോ, ഇനിയിപ്പോൾ ചികിത്സയൊക്കെ ഏറ്റെടുക്കേണ്ട വന്നെങ്കിലോ, ഇനിയിപ്പോൾ താഴെയുള്ള ആ മോനായിട്ട് ചെലവ് ചെയ്യേണ്ടി വന്നെങ്കിലോ, ഇതൊക്കെ ഒരുപാട് കാര്യം ചിന്തയ്ക്കുണ്ടാവും. ഇപ്പം നിനക്ക് കുറേ ആൾക്കാരും അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ നിന്നെ പറയാനും താലോലിക്കാനും ഒക്കെ ഉണ്ടാവും. ഇതൊന്നും ശാശ്വതമല്ല കേട്ടോ. ഇനിയിപ്പോൾ നീ ബിഗ് ബോസിൽ പോയാലും കുഴപ്പമില്ല, എവിടെ പോയാലും കുഴപ്പമില്ല. നിനക്ക് ജീവിതത്തിൽ നിനക്ക് നല്ലത് വരണമെങ്കിൽ നീ ഇവിടെ വന്ന് ഇതുവരെ ചെയ്തുള്ള പാവത്തിനൊക്കെ നീ ആ രേണുവിൻ്റെ കാല് പിടിച്ചൊന്ന് മാപ്പ് ചോദിക്കുക. അത് നിനക്ക് ജീവിതത്തിൽ ഗുണം ഉണ്ടാവുള്ളൂ, നിൻ്റെ ലൈഫിൽ ഗുണം ഉണ്ടാവുള്ളൂ, നല്ലതുണ്ടാവുള്ളൂ. നമ്മുടെ പെറ്റമ്മയായാലും പോറ്റമ്മയായാലും ആ അമ്മയുടെ ഒരു പ്രാർത്ഥന മതി നമ്മുടെ കാലുമേ, അല്ലെങ്കിൽ നമുക്കൊരു അപകടം വരുന്നത് മാറിപ്പോവാനായിട്ട്. അപ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തിനേക്കാളും വലുത് അമ്മ തന്നെയാണ്. അത് നീ ആദ്യം മനസ്സിലാക്കുക. അത് പെറ്റമ്മയായാലും വേണ്ടില്ല, പോറ്റമ്മയായാലും വേണ്ടില്ല. അത് മനസ്സിലാക്കിയിട്ട് നീ ഇനിയെങ്കിലും ഈ അമ്മേനെ ഇങ്ങനെ ദ്രോഹിക്കാണ്ടിരിക്കുക.
വാക്കുകളോട് കുത്തി നോക്കിക്കാണ്ടിരിക്കുക. ഇത്രയും എനിക്കിതിൽ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.